മൂന്നാമതും എല്ലാം മുദ്രാവാക്യം. ഞാനത് പറഞ്ഞപ്പോ ഓർത്തത് മൂന്നാമതും വരും പിണറായി 3. ആളുകൾ തലേ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇനി വരാൻ പോകണം തീർച്ച. അത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. പണ്ട് ഇതുപോലൊരു മുദ്രാവാക്യം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് 77 അന്നത്തെ മുദ്രാവാക്യം എന്തായിരുന്നു? തെരഞ്ഞെടുപ്പിന് മുമ്പ് 57 EMS, 67 EMS, 77 EMS. ഭയങ്കര മുദ്രാവാക്യം, ഭയങ്കര മുദ്രാവാക്യം, ഭയങ്കര പ്രകടനം, ഭയങ്കര ബഹളം. ഇതുപോലെ പിണറായി 3 പറഞ്ഞതുപോലെ 57 EMS, 67 EMS, 77 EMS. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോ 140-ൽ 111 സീറ്റ് അന്നത്തെ ഐക്യജനാധിപത്യ റെക്കോർഡാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല അത്ര. EMS ആലത്തൂരിൽ കഷ്ടിച്ച് ജയിച്ചു. ആരായിട്ടാണ്? VS വിജയരാഘവൻ, ചെറുപ്പക്കാരനാണ് നമ്മുടെ VS. അപ്പൊ EMSനെ ജയിച്ചു കഴിഞ്ഞപ്പോ ഇടിക്കാൻ ഒരു വലിയ മാല തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ജയിച്ചല്ല, മൊത്തത്തിൽ തോറ്റെങ്കിലും ജയിച്ചല്ല EMS. ചെറിയ ഭൂരിപക്ഷം അന്നത്തെ കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ്. മാല ഇടാൻ പറ്റപ്പോ EMS പറഞ്ഞു, എന്നെയല്ല നിങ്ങൾ ജയിക്കേണ്ടത്, ആ വിജയരാഘവനും കൊണ്ട് ഇടാൻ പറ്റും. സത്യത്തിൽ അവനാണ് ജയിച്ചത്. ആ ഗതികേട് ധർമ്മടത്ത് പിണറായി വിജയന് സംഭവിക്കാതിരിക്കട്ടെ. 26 ഇനി നിങ്ങൾ പിണറായി 3 എന്ന് പറഞ്ഞാൽ അപ്പൊ മനസ്സിലോട്ടേക്കണം 57 EMS, 67 EMS, 77 EMS. ഇതിന് മറുപടി പറഞ്ഞാൽ സാരം പറയല്ലേ? അവിടെ പറഞ്ഞാൽ മതി, ഈ സാധനം പറഞ്ഞാൽ അന്ന് നടന്നത് ഇപ്പൊ 2026 ആവർത്തിക്കാൻ പോവാണ്. 2026 ആവർത്തിക്കാൻ പോവാണ്. ആ പറഞ്ഞത് ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിൽ കൊടുങ്കാറ്റ് പോലെ തിരിച്ചുപോയി. ഈ